ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ S6 S7 AE സ്റ്റുഡൻസിൻ്റെ അഡ്വാൻസ് കൺട്രോൾ തിയറിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ്, അതിലൊരു പ്രോബ്ലമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം 3 ആണ്. ഓൾറെഡി പ്രോബ്ലം 1 and 2 ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സിസ്റ്റം സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് 10 മാർക്സിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്നത്തെ ഈ പ്രോബ്ലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം 1ഉം 2ഉം അതിനകത്ത് ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്ന കേസായിരുന്നു. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യാത്ത കേസാണ്, സിസ്റ്റം സ്റ്റേബിൾ ആവുന്ന കേസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രോബ്ലം വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻ: An ideal relay is introduced as a nonlinearity in a linear control system having transfer function g of s is equal to 100 divided by s into s plus 6. Check whether the limit cycle exists or not and access the stability using describing function method. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലത്തിനകത്ത് ഒരു നോൺ ലീനിയർ എലമെന്റ് കാണും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റിലേ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലീനിയർ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 100 divided by s into s plus 6 ആണ്. അപ്പോൾ ഇത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സിസ്റ്റം സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നോൺ ലീനിയർ എലമെന്റ് കാണും, അതുപോലെ ലീനിയർ എലമെന്റും കാണും. നമ്മൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷന്റെ കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് GJ ഒമേഗ ഈക്വൽ ടു -1/kn എന്നുള്ള കണ്ടീഷനാണ്. അതിൽ kn എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നോൺ ലീനിയാരിറ്റിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ -1/kn ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ലോക്കസും അതുപോലെ ഈ ഗിവൺ സിസ്റ്റത്തിൽ g(s) കാണും. ആ g(s)ന്റെ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും, അതിൻ്റെയും പ്ലോട്ട് ചെയ്യും. അപ്പോൾ അത് നോർമലി പോളാർ പ്ലോട്ടാണ് ചെയ്യുന്നത്. ഈ രണ്ട് ലോക്കസും ഒരു ഗ്രാഫിൽ വരയ്ക്കും. ഗ്രാഫിൽ വരച്ചിട്ട് അതിൻ്റെ റിലേറ്റീവ് ലൊക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ ലിമിറ്റ് സൈക്കിൾ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പം ഫസ്റ്റ് നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ -1/kന്റെ വാല്യൂവും അതുപോലെ GJ ഒമേഗ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫേസ് ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇവിടുത്തെ നോൺ ലീനിയർ എലമെന്റ് റിലേ ആണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ നമുക്കറിയാം, kn കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഏത് നോൺ ലീനിയർ സിസ്റ്റം ഉണ്ടെങ്കിലും അതിൻ്റെ നോൺ ലീനിയാരിറ്റിന് നമ്മൾ അതിൻ്റെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ kn വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റിലേയുടെ കേസിൽ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ that is equal to 4m/πx ആണ്. നമ്മൾ m ഈക്വൽ ടു 1 കൊടുക്കും. അതുപോലെ എക്സ് ഇൻപുട്ട് ക്യാപിറ്റൽ E എന്ന് കൊടുക്കും. സോ അവർ kn ഈക്വൽ ടു 4 divided by πe എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, കെയുടെ വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് വേണ്ടത് -1/kn ആണ്. നെക്സ്റ്റ് നാം -1/kn ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇവിടെ kന്റെ വാല്യൂ 4/πe ആണ്. അപ്പം -1/kn എന്ന് പറയുമ്പോഴത്തേക്ക് -πe/4 എന്ന് കിട്ടും. -πe divided by 4 എന്ന് കിട്ടും. അത് നമ്മൾ m ആംഗിൾ ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് πe/4 ആംഗിൾ -180 ഡിഗ്രി എന്ന് കിട്ടും. ഇത് നമ്മളുടെ നോൺ ലീനിയർ എലമെന്റിന്റെ നമ്മളുടെ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഈ ലീനിയർ എലമെന്റിന്റെയും അതുപോലെ നമ്മൾ m ആംഗിൾ φ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ m ആംഗിൾ φ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പോളാർ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലീനിയർ എലമെന്റ് g(s) ഗിവൺ ആണ് 100 divided by s into s plus 6 ആണ്. അപ്പം അതിന് നമ്മൾ അതിൻ്റെ m ആംഗിൾ φ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എസ്സിന് j ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ g(s) becomes g(j omega) equals 100 divided by j omega into j omega plus 6 എന്ന് കിട്ടും. ഇനി ഇതിനെ എന്ത് ഫോമിലേക്ക്, m ആംഗിൾ φ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ j ഒമേഗൻ്റെ റൂട്ട് ഓഫ് റിയൽ
സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഒമേഗ എന്ന് വരും ഇൻറ്റു റൂട്ട് ഓഫ് ജെ ഒമേഗ പ്ലസ് 6. എക്സ് പ്ലസ് ജെ വൈയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന്റെ കേസിലും റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? രണ്ടിൻ്റെയും കൂടെ ഒമേഗ സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ 36 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് എം വാല്യൂ. ഇനി നെക്സ്റ്റ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ആംഗിൾ ഫൈ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആംഗിൾ ഈ 1/s-ൻ്റെത് -90 ആണ് ആംഗിൾ വരുന്നത്. ഇനി 1/j ഒമേഗ പ്ലസ് 6 1 വന്നുകൊണ്ട് മൈനസ് വരും. ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ. ഇവിടെ ഇമാജിനറി എന്ന് പറയുമ്പോൾ ഒമേഗയാണ്, ബൈ റിയൽ 6 ആണ്. സോ ഒമേഗ ബൈ 6 എന്ന് കിട്ടും. അപ്പൊ ഇത് കറസ്പോണ്ട് ചെയ്യുന്നത് നമ്മളെ ലീനിയർ എലമെന്റിന്റെ എം ആംഗിൾ ഫൈ ഫോം നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പോളാർ പ്ലോട്ട് ഡ്രോ ചെയ്യണം. അപ്പൊ ഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ കേസിൽ ഒമേഗ ഈക്വൽ ടു 0 കൊടുക്കും. ഇനിഷ്യൽ കേസിലുള്ള മാഗ്നിറ്റ്യൂഡും ഫേസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പം ഇനിഷ്യൽ മാഗ്നിറ്റ്യൂഡും ഫേസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫ്രീക്വൻസിക്ക് നമ്മൾ 0 കൊടുക്കും. ഇനിഷ്യലി വാല്യൂ 0 അല്ലേ? അപ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോഴത്തേക്ക് 100 ഡിവൈഡ് ബൈ 0 ടേം വരും. എനി വാല്യൂ ഡിവൈഡ് ബൈ 0 എന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്വാണ്ടിറ്റി ഇൻഫിനിറ്റി ആവും. ഓക്കെ, ആംഗിൾ. ഇനി നെക്സ്റ്റ് ഇവിടെ ഒമേഗയ്ക്ക് 0 കൊടുക്കുകയാണ്. സോ -90 ഡിഗ്രി മൈനസ് ടാൻ ഇൻവേഴ്സ് 0 എന്ന് വരും. അപ്പോൾ ഇത് 0 ആയിട്ട് വരും. അതിൻ്റെ ആംഗിൾ നെറ്റ് ആംഗിൾ -90 ഡിഗ്രി വരും. ഓക്കെ, -90 ഡിഗ്രി വരും. ഇവിടെ നമ്മൾ എന്താ ചെയ്ത്? ഇനിഷ്യലി ഉള്ള ആ ലീനിയർ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഫേസും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്താ ചെയ്തത്? ഒമേഗയ്ക്ക് 0 കൊടുത്തു. ഇപ്പോൾ 100 ഡിവൈഡ് ബൈ ഒമേഗയ്ക്ക് 0 വരുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ 0 ആണ്. സോ എനി ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ 0 ഇൻഫിനിറ്റി വരും. ആംഗിൾ ഇവിടെ ഒമേഗ 0 കൊടുക്കുമ്പോഴത്തേക്ക് ഇത് 0 ടേം വരും. സോ ആംഗിൾ -90 ഡിഗ്രി എന്ന് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ ഫൈനൽ മാഗ്നിറ്റ്യൂഡും ഫേസും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ ഒമേഗ ഈക്വൽ ടു വെരി ഗുഡ് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഈ ഇക്വേഷനകത്ത് ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 100 ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി വരും. ഇനി ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആ വാല്യൂ 0 വരും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 0 വരും. ആംഗിൾ ഇനി ഒമേഗയ്ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ടാൻ ഇൻവേഴ്സ് -ഇൻഫിനിറ്റി എന്ന് വരും. സോ -90 ഡിഗ്രി വരും. ഇതിൻ്റെ കേസിൽ -90 ആകുമ്പോഴത്തേക്ക് -180 ഡിഗ്രി വരും. അതിൻ്റെ ഫൈനൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ലീനിയർ ക്വാണ്ടിറ്റിയുടെ ഇനിഷ്യൽ മാഗ്നിറ്റ്യൂഡ്, ഇനിഷ്യൽ ഫേസ്, ഫൈനൽ മാഗ്നിറ്റ്യൂഡ്, ഫൈനൽ ഫേസ് കിട്ടി. ഇത് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡ്രോ ദ പോളാർ പ്ലോട്ട്. പോളാർ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഇവിടെ 0 ഡിഗ്രി, ഇവിടെ -90 ഡിഗ്രി, ദിസ് ഈസ് -180 ഡിഗ്രി, -270 ഡിഗ്രി ആക്സിസ് ഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആണ്, ആംഗിൾ -90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് -90 ഡിഗ്രിയുടെ ആക്സിസ്. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ -90 ഡിഗ്രിക്ക് പാരലായിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അത് ഫൈനൽ ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റി വരുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ 0 ആണ്. ഇതാണ് 0 പോയിന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആംഗിൾ -180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ -180 ഡിഗ്രി ലൈനിന് പാരലായിട്ടായിരിക്കും വന്ന് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വാഡ്രന്റിലായിരിക്കും അത് വന്ന് എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ പോളാർ പ്ലോട്ട് വരുന്നത്. ഏതാണ്? നമ്മളുടെ g(s)ന്റെ പോളാർ പ്ലോട്ട് വരുന്നത്. എങ്ങനെയാണ് ഡ്രോ ചെയ്യേണ്ടത്? ഒന്നുകൂടെ പറയാം. അപ്പോൾ അതിൻ്റെ ഇനിഷ്യലി മാഗ്നിറ്റ്യൂഡ് നോക്കുക, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആംഗിൾ നോക്കുക. ആംഗിൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും ഇനിഷ്യലി -90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ -90 ഡിഗ്രിക്ക് പാരലായിട്ടായിരിക്കും അതിൻ്റെ ഇനിഷ്യലി അതിൻ്റെ പ്ലോട്ട് വരുന്നത്. ഫൈനൽ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ 0 ആണ്. അതിൻ്റെ ആംഗിൾ -180 ഡിഗ്രിയാണ്. അപ്പോൾ അത് ഈ -180 ഡിഗ്രിക്ക് പാരലായിട്ട് വന്ന് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പോളാർ പ്ലോട്ട് വരുന്നത്. ഇതിൻ്റെ കേസിൽ ഇതായിരിക്കും നമ്മളുടെ എന്ന് പറയുന്നത് g(j)ω ലോക്കസ് എന്ന് പറയുന്നത്. g(j)ω ലോക്കസ് ഓൾറെഡി പറഞ്ഞു. നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ടും കൂടെ ഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ g(j)ω ലോക്കസ് ഡ്രോ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടത് ഈ ഒരു ക്വാണ്ടിറ്റിയാണ്. നമ്മൾ നോൺ ലീനിയർ എലമെന്റിന്റെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് -1/kn ലോക്കസ് ആണ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് πe/4 ആണ് മാഗ്നിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്. അതിൽ ഈ ആണ് എൻ്റെ ഡിസൈഡിങ് ഫാക്ടർ. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ആംഗിൾ -180 ഡിഗ്രി ആണ്. അപ്പോൾ -180 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതാണ് -180 ഡിഗ്രി വരുന്ന ആക്സിസ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് πe/4 ആണ്.
അപ്പോൾ അതിൻ്റെ ലോക്കസ് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇക്ക് 0 കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 0 തൊട്ട് ഇൻഫിനിറ്റി ആ ഫോമിലായിരിക്കും അതിൻ്റെ വാല്യൂസ് പോകുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ ഡ്രോ ചെയ്യാൻ പോകുന്നത് -1/kn ലോക്കസ് ആണ്. അപ്പോൾ അതിൻ്റെ -180 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലൈനാണ് -180 ഡിഗ്രി. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്ലോട്ട് പോകുന്നത്. ദാറ്റ് ഈസ് അവർ -1/kn ലോക്കസ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് πe/4 ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മളിപ്പം -1/kn ലോക്കസും അതുപോലെ GJ⍵ ലോക്കസും ഡ്രോ ചെയ്തു. ലോക്കസും ഡ്രോ ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ -1/kn ലോക്കസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ GJ⍵ ലോക്കസ് ആണ് അല്ലേ. ഇതിൻ്റെ നമ്മളെന്താ രണ്ടും കൂടെ ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ റിലേറ്റീവ് ലൊക്കേഷനാണ് നോക്കുന്നത്. അതായത് -1/kn ലോക്കസ് GJ⍵ ലോക്കസിൽ എൻക്ലോസ്ഡ് ആണോ നോക്കും. ഇതിൻ്റെ കേസിൽ എൻക്ലോസ്ഡ് അല്ല, അതിനുള്ളിലല്ല -1/kn വന്നിരിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നോട്ട് എൻക്ലോസ്ഡ് ആണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ഹിയർ ദ -1/kn ലോക്കസ് ഈസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ GJ⍵ ലോക്കസ്, സോ ദ സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റിനകത്ത് ചെക്ക് വെദർ ദ ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, ഈ രണ്ട് പ്ലോട്ടും ഇന്റർസെക്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്തുണ്ടാവും, ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോട്ട് എൻക്ലോസ്ഡ് ആയതുകൊണ്ട് സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ ആയിരിക്കും. നമുക്കതിൻ്റെ ആൻസറായി. അപ്പോൾ ഇവിടുത്തെ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ ബൈ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ് ആയിരിക്കും. ലിമിറ്റ് സൈക്കിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് സിൻസ് ദ -1/kn ലോക്കസ് ആൻഡ് GJ⍵ ലോക്കസ് ഡസൻറ്റ് ഇന്റർസെക്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫുൾ സൊല്യൂഷൻ. ഈ ടൈപ്പ് പ്രോബ്ലം സ്ഥിരം ചോദിക്കുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് 10 മാർക്സ് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റിന് ഞാൻ ബ്രീഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റിനകത്ത് നോൺ ലീനിയർ എലമെൻറ്റും ലീനിയർ എലമെൻറ്റും കാണും. അതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ പ്ലോട്ട് വരച്ചിട്ട് അതിൻ്റെ ലൊക്കേഷൻ നോക്കി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റം സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. എൻക്ലോസ്ഡ് ആണെങ്കിൽ, അതായത് -1/kn ലോക്കസ് GJ⍵ ലോക്കസിൽ എൻക്ലോസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. നോട്ട് എൻക്ലോസ്ഡ് ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. രണ്ടും ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫുൾ സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ചെയ്ത രണ്ട് പ്രോബ്ലവും ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്ന കേസായിരുന്നു വന്നത്, ഇന്റർസെക്ട് ചെയ്യുന്ന കേസായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് രണ്ട് ഇന്റർസെക്ട് ചെയ്യത്തില്ല. -1/kn ലോക്കസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ GJ⍵ ലോക്കസ് ആണ്, സോ സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ. അപ്പോൾ അതിൻ്റെ ആ കണ്ടീഷനും കൂടെ എഴുതിയിരിക്കണം. ഇതാണ് അതിൻ്റെ ഫുൾ സൊല്യൂഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു. BTech MEDC.